teacher, and my dear student teachers. BA curriculumത്തിന്റെ ഭാഗമായി സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിക്കുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അതിജീവിക്കാനും പൊരുത്തപ്പെടാനും അഭിവൃദ്ധിപ്പെടാനും ആവശ്യമായ സഹജവാസനകൾ, കഴിവുകൾ, പ്രക്രിയകൾ, വിഭവങ്ങൾ എന്നിവ വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഉള്ളിൽ നിന്ന് കാലക്രമേണ സൃഷ്ടിക്കപ്പെടുകയും നിലനിർത്തുകയും ചെയ്യുന്ന പ്രതിപ്രവർത്തനമാണ് ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന ഘടകം. ഇത്തരത്തിലുള്ള പ്രവർത്തനം ജോലികൾ ചെയ്യുന്നതിനുമപ്പുറം മാനസികാവസ്ഥകളും മനോഭാവങ്ങളും മാറ്റുന്നതിലേക്ക് പോകുന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വിദ്യാർത്ഥികളുടെ സമതുലിതമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം വലിയൊരു പങ്ക് വഹിക്കുന്നു. വിസിൻ എന്ന ആശയമാണ് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. വിദ്യാഭ്യാസം എന്ന പ്രക്രിയയിലൂടെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന പഠന രീതി അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ലാസ് റൂം പഠനം എന്നതിലുപരി കുട്ടികളുടെ സർഗാത്മകതയും ചിന്താശേഷിയും ഉദ്ബോധിപ്പിക്കുന്ന പഠന രീതിയാണ് ഓരോ അധ്യാപകരും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ വിസിൻ ഹണ്ട് എന്ന ആശയം പുതുമയുള്ളതാണ്. ട്രഷർ ഹണ്ടിനോട് സാമ്യമുള്ളതും എന്നാൽ വിനോദം മാത്രം മുൻനിർത്തി നൽകുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ക്ലൂസിന് പകരം നമ്മുടെ ഫിലോസഫി, സൈക്കോളജി പാഠ്യപദ്ധതികളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളും സൂചനകളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പുത്തൻ ആശയം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏറെ വ്യത്യസ്തമായി ഒരു പ്രത്യേക സ്കില്ലിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കാതെ 21ാം നൂറ്റാണ്ടിലെ പുത്തൻ തലമുറയോട് അവരിൽ ഒരാളായി നിലനിർത്തുന്നതിനായി ഒരു അധ്യാപകൻ, അധ്യാപിക എന്ന നിലയിൽ ആവശ്യമായ ഒന്നിലധികം സ്കില്ലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ആക്ടിവിറ്റി ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു അധ്യാപികയോ അധ്യാപകനോ ആകാൻ സഹായമാകുന്ന വ്യത്യസ്തമായ ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്ലാനിംഗ് സ്കിൽ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, ലോജിക്കൽ തിങ്കിംഗ് ഉൾപ്പെടെ നിരവധി സ്കിൽസ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി പ്രോഗ്രാമിലേക്ക് കടക്കാം. Our roles and role models. First question, organizer, Ansela and Sandhu. Creative, Maria George and Celine. Tactician, Mary and Jim. The answer seekers, Ramya and Anita. Stranger engager, Suvira and Sister Gigi. The timekeeper, Sister Gigi and Asha. Photographer, Kevin Kumar S. ഇനി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രധാന നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി മേരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഐഡിയ ഉണ്ടോ? ഉണ്ടല്ലോ. എന്ത് നോളജ് ആണ്. അപ്പം ഇവിടെ എഴുതിയിട്ടിട്ടും അറിയില്ല ആർക്കും. ആരോടൊക്കെ ഇവിടുന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്ന് കൈ ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ലാഭമുള്ള. ഓക്കെ, നമുക്ക് കളിക്കാം. ഇതൊരു ടാസ്ക് ആണ്. ജസ്റ്റ് ട്രഷർ ഹണ്ട്, അങ്ങനെ നോളജ് ഹണ്ട്. ഹണ്ടിന് നിങ്ങൾ പോകത്തില്ലേ? ആരെങ്കിലും പോയിട്ടുണ്ടോ കാട്ടിലൊക്കെ ഹണ്ട് ചെയ്യാൻ? ഇല്ല. അതൊന്നും പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു വ്യക്തിയായത് നമുക്ക് നോക്കണ്ട. നിങ്ങൾ എങ്ങോട്ടേക്ക് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു നോളജ് ഹണ്ട് ചെയ്യുമ്പോ അതായത് നമ്മുടെ ഫിലോസഫി, സൈക്കോളജിയുടെ കമ്പയർ ചെയ്തിട്ടാണല്ലോ നമ്മൾ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ ഇതിന് രണ്ടുപേരുടെ സിലബസ് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റീവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് ക്ലൂസ് തരും. ആ ക്ലൂ നിങ്ങൾ കളക്ട് ചെയ്ത് അവസാനം നിങ്ങൾ എവിടെ എത്തും? വിസനിലെത്തും. വിസൻ ഏത് ലാംഗ്വേജിലാണ് ഡ്രൈവ് ചെയ്തത്? മീനിങ് എന്താ? ഓക്കെ, ജർമ്മൻ ലാംഗ്വേജ് ഡ്രൈവ് ചെയ്ത വേർഡാണ് വിസൻ, മീനിങ് നോളജ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൽ നോളജ് ഹണ്ട് വന്നു. നമ്മുടെ പ്രോഗ്രാമിന്റെ പേരെന്താണ്? വിസൻ. ഓക്കെ, ഫസ്റ്റ് നിങ്ങളെല്ലാവരും ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും നോക്കിയായിരുന്നോ? അറിയാമോ എല്ലാവർക്കും ആരൊക്കെ ഏത് ഗ്രൂപ്പിലാണെന്ന്? അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചു തരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് 6 ഓർഗനൈസേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഓരോ 6 ഗ്രൂപ്പിലും ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഓരോരുത്തരും ഓർഗനൈസേഴ്സ് ആയിട്ട് വരും. അവര് നിങ്ങളെ ലീഡ് ചെയ്യും.
പിങ്കിന് അനന്ത ചേച്ചി. അനന്ത ചേച്ചിയാണ് ഈ ഓർഗനൈസർ. ചേച്ചി മുന്നോട്ട് വന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളും എഴുന്നേക്കണം. അപ്പൊ ഞാൻ പേര് വിളിക്കുന്നത് നമ്മളിവിടെ മൊത്തം 6 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ കളർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നതനുസരിച്ച് ഓരോ ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് അത് വോളണ്ടിയർ ചെയ്തിട്ട് വരാം. അപ്പം അതിനനുസരിച്ച് ആളുകൾ മുമ്പോട്ട് വരാം. അവർ ആദ്യം മുതലും ബാലൻസ് മൊത്തം ടോട്ടൽ 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരെണ്ണം നമുക്കിപ്പോൾ തരും, ബാക്കി 3 നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം ഈ കോളേജസിന്റെ പല ഏരിയാസിലാണ് വെച്ചിട്ടുള്ളത്. ഈ ബിൽഡിംഗിന്റെ അകത്ത് തന്നെയാണ്, പുറത്തൊന്നുമില്ല. അപ്പം അത് കണ്ടുപിടിക്കുക. പുറത്ത് മീൻസ് ഈ ബിൽഡിംഗ് ആ ബിൽഡിംഗ്, ഈ 2 ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ഏത് ക്ലാസ് റൂം വേണമെങ്കിലും ആവാം, പുറത്താവാം, വരാന്തയാവാം, വാഷ്റൂം ആവാം, എവിടെ വേണമെങ്കിലും ആവാം. അപ്പം ഞാൻ ബിൽഡിംഗിനനുസരിച്ചുള്ള ഓരോ ഗ്രൂപ്പിന്റെ വോളണ്ടിയേഴ്സ് വന്നിട്ട് അവരുടെ ആദ്യത്തെ ഗ്രൂപ്പിലും കളക്ട് ചെയ്യുന്നതാണ്. വോളണ്ടിയർ വന്നിട്ട് അവരുടെ ആദ്യത്തെ ഗ്രൂപ്പ് കളക്ട് ചെയ്യുക. കീർത്തനം ആര് പോകുന്ന കീർത്തനം നെക്സ്റ്റ് വൈറ്റ്, ഓറഞ്ച്,
എത്രയും പെട്ടെന്ന് ബാൻ ചെയ്യുമോ? ഇൻവോൾവ് ചെയ്തേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമായിട്ടുണ്ടെന്ന് വെച്ചു അല്ലേ? കുറച്ച് ടീം മെമ്പേഴ്സ് വരാനുണ്ട്. വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായത് ഓരോ ക്ലൂവും ഞാനിങ്ങനെ കാണുകയായിരുന്നു. ഓരോ ക്ലൂസും ഓരോ മീൻസ് ഓരോ ക്ലൂ എങ്കിലും ഓരോരുത്തരുടെ ഓരോ പ്രാവശ്യം ഇരിക്കുന്നത്. ഓരോരുത്തരും പല പല ആൾക്കാരും ഡൗട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഡൗട്ടാ, ഇത്രയും പേർക്ക് നമ്മൾ ഒരേ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഓറഞ്ച് കളർ എടുത്തിട്ട് ഒരു ക്ലൂ എന്ന് ചോദിച്ചു, അതേ ക്ലൂ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഇത്രയും ക്ലൂ ഞങ്ങൾ കൊടുത്തു കൊടുക്കും. അത്ര ഡൗട്ടാണ്. അപ്പൊ എല്ലാവരും ലീഡേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പില്. അങ്ങനെ എല്ലാവരും എനിക്ക് മാത്രമേ സന്തോഷമുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷമില്ല. അതെന്താ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഈ കളി? എല്ലാ ഗ്രൂപ്പിലും ഞങ്ങൾ സംസാരിക്കുന്ന അവസരം തന്നെ, പക്ഷെ ടൈമില്ലല്ലോ, അതൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് തരാറ് കേട്ടോ. അല്ല ഇല്ല, അതിന്റെ പേടിയൊന്നും നമുക്കില്ലല്ലോ അല്ലെ ടീച്ചർ? നമുക്കതിന്റെ പേടിയൊന്നും, നമ്മൾ പേടിച്ചിരിക്കുന്നതല്ല, നമ്മൾ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വന്നതല്ലേ. അത് നമ്മൾ പേടിച്ചിരിക്കുമോ? ഇരിക്കുമോ? ഇല്ല. ഇനി നിങ്ങൾക്ക് ക്ലോസിലുള്ള ഡൗട്ട് ഉണ്ടോ? ആർക്കും രാജ്യത്തിനുള്ള ഡൗട്ട് ഉണ്ടോ പറയുന്നത്? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഓ അത് ഞാൻ പറയട്ടെ. സൈക്കോളജി നമ്മുടെ 3 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? അല്ല ക്ലൂസ് അല്ല, ഇവിടുത്തെ സ്ഥലങ്ങൾ. എടാ അവിടെ പോയി കിട്ടിയില്ല, അത് തെരച്ച് നശിച്ചു പോയ, കഷ്ടപ്പെട്ടു പോയല്ല. പലയിടത്തും പല ജോഗ്രഫി ക്ലാസ്സിലൊക്കെ പോയിട്ട് കിട്ടാതെ വന്നവരുണ്ട്. അതുകൊണ്ട് ഉണ്ട്. പിന്നെ ചിലരുണ്ട്, ചില ഗ്രൂപ്പുകാരെ ഞങ്ങൾ കണ്ടായിരുന്നു. അതായത് ചിലർ സംസ്കൃതി ഞങ്ങൾ സംസ്കൃതി പോയവരും ഉണ്ട്. അവരുടെ ക്ലൂ ഒന്നും ആയിരുന്നില്ല, സംസ്കൃതമേ ആയിരുന്നില്ല അവരുടെ ക്ലൂ. പക്ഷെ അവർ കുറച്ചുപേർ സംസ്കൃതി പോയപ്പോൾ ഞങ്ങളൊക്കെ തപ്പാന്ന് പറഞ്ഞ് തപ്പിയവരും ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഞങ്ങൾ മാണ്ടേ ഈ കളി മാണ്ടേ, ഇതിവിടെ ശരിയാവില്ല. ഞങ്ങളുടെ ഭാഗം നിങ്ങളെ ഭാഗം രസമായിരുന്നു. കണ്ട എല്ലാവരും ഒരു കൈ എടുത്തേ. അപ്പൊ നിങ്ങൾ ആരാണ് ലീഡേഴ്സ്? ആ ശരി, വന്നു. നമ്മൾ കപ്പാസിറ്റി ബിൽഡിങ്ങിന്റെ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ചെയ്തത്. പക്ഷേ ഇത് ഓർഗനൈസ് ചെയ്തതുകൊണ്ട് യാതൊരു കപ്പാസിറ്റി ഇല്ല. എല്ലാം നമ്മളെ കണ്ടത് ഞങ്ങൾ നേരെ പോയത് ജിമ്മിന്റെ അവിടെ. ഞാൻ അവിടുത്തെ എല്ലാ സാധനവും, ഈ ഒരു സാധനമില്ല, അവസാനം കട്ടിൽ വരെ വച്ചിട്ട് വരും. അവസാനം വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വെച്ച സാധനം കാണില്ല. അപ്പൊ അവർക്ക് ഓർഗനൈസിങ് കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവരോട് എല്ലാവരും ചോദിച്ചു, നിങ്ങളോട് വെച്ചിട്ടുണ്ടോ? ഇവർക്ക് ആർക്കും മറുപടി പറയാൻ അറിയാൻ വയ്യ. ഒരാൾ പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം കാണത്തില്ല. ഞങ്ങളുടെ വീട്ടിലെ കോർഡിനേറ്ററിനോട് ഞാൻ ചോദിച്ചോടെ വെച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. പക്ഷെ അവസാനം ഒരു തീരുമാനം പറയാൻ പറ്റുന്നില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. പ്രോബ്ലംസ് ഉണ്ട്. ഈ സാധനം വളരെ കഷ്ടപ്പെട്ടതാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അഡീഷണൽ ഷീറ്റ് കരുതിയിട്ട് അതിനകത്ത് അത് എഴുതി അതുകൊണ്ട് വെക്കാൻ പറ്റും. അപ്പോ ഇവർക്ക് പെട്ടെന്ന് ഒരു പ്രശ്നം അനുഭവപ്പെടുന്നു. പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി ഇല്ലായിരുന്നു. ഇന്നോവേറ്റീവായിട്ട് സ്കില്ലുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം അവതരിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ശ്രമം കൊള്ളാം, വിജയിച്ചില്ലെങ്കിൽ സംഭവം ഇന്നോവേറ്റീവ് സ്കില്ലിന് ഒരു ശ്രമമല്ല. ആരാണ് മാറി നീ? ആദ്യത്തെ സ്കില്ലിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ചെയ്യായിരുന്നു. എന്താണ് ലീഡർഷിപ്പ് സ്കിൽ? അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഉള്ള ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ്. അപ്പൊ എടുത്തു തന്നെ തരേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പൊ ജനറേഷന്റെ രീതിയിലായിരുന്നു പുള്ളിക്കാരി മറുപടി പറഞ്ഞത്. അടുത്ത് ഞാൻ
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡിനുള്ളിൽ ഇന്നോവേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതിനെയാണ് പ്ലാൻ. ഇപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എന്താണ് ഏതൊരു കാര്യത്തിലും ആര് വിജയിച്ചാലും ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പ്രേസ് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ അതിന്റെ കീഴിൽ ഒത്തിരി അധികം എന്താണ് സബ് സ്കിൽസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ് സ്കില്ലാണ് പ്ലാൻ. അതായത് നമ്മളൊരു പരിപാടി തുടങ്ങുന്നതിന് ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റുന്നത് പ്ലാനിങ് ആണ്. ഈ പ്ലാനിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ തയ്യാറാക്കുന്ന പ്രോസസ്സാണ്. ഇതിനകത്ത് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മുടെ സറൗണ്ടിങ്സിൽ എന്ത് റിസോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആ അവൈലബിൾ റിസോഴ്സസ് അവൈലബിൾ ടൈമിനുള്ളിൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടൊരു ടൈമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ ഇന്നോവേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് തരാമെന്ന് ഞങ്ങൾ തലമുറന്ന് ചിന്തിച്ചതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി വളരെ കോസ്റ്റ് കൂടിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇച്ചിരി കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഞങ്ങളിവിടെ ചിന്തിച്ചു പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്തത്, ഓർഗനൈസ് ചെയ്തത്. അപ്പൊ ഓർഗനൈസ് ചെയ്തതിന്റെ ഭാഗത്ത് ഒത്തിരി പാലിച്ചെറിയ കൃഷ്ണകുമാർ സാറ് പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്തതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പന്ത്രണ്ട് പേർക്ക് തോന്നിയില്ല. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു, കൃത്യമായിട്ട് അത് എന്ത് ചെയ്തു, ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്ലാനിൽ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റിയും ഞങ്ങൾക്ക് മറുപടി പറയാണ്, എടുത്തവർ എന്ത് ചെയ്തു, അവരുടെ കളേഴ്സ് എല്ലാത്തിനും കൂടി എന്ത് ചെയ്തു, ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, കൊണ്ട് തിരിച്ചിടാൻ മടിയായത് കൊണ്ട് അവരവർ പോയ സ്ഥലത്ത് അത് ഡിപ്പ് ചെയ്തിട്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കി പുറകെ വന്നവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് പ്ലാനിങ്ങിൽ വന്ന എററല്ല, എന്താണ് ഈ കാര്യങ്ങൾ ചെയ്ത നമ്മിൽ ഓരോരുത്തരും ഉള്ള ഒരു ഡ്രോബാക്ക് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ അതേ സമപ്രായക്കാരുടെ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഇത് ചെയ്തു. പക്ഷെ നാളെ നമ്മൾ ഈസി വേ കണ്ടുപിടിക്കുന്നത് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നാളെ ടൈം മാനേജ്മെന്റ് സ്കില്ലാണ് ഞാൻ ഇവിടെ കുറിച്ചിട്ടുള്ളത്. ടൈം മാനേജ്മെന്റ് സ്കില്ല്, ഈ ടൈം പാലിക്കുക എന്നുള്ളത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കളിയുടെ മുമ്പായാലും ഈ ടൈം പാലിക്കണം, കളിയുടെ ഇടയിലായാലും ടൈം കീപ്പ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും കളിയുടെ വിജയത്തിനായാലും ടൈം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇത് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് തന്നെ നല്ലൊരു പ്ലാനിങ് വേണം. അത് നന്നായിട്ട് നമ്മുടെ സമയവും കഴിവും നന്നായിട്ട് വിനിയോഗിച്ചാൽ മാത്രമാണ് ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുക. നല്ല രീതിയിൽ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കണമെങ്കിൽ ഇപ്പൊ നടന്ന മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അതിനെ പ്ലാൻ ചെയ്ത് തന്നിരിക്കുന്ന ക്ലൂ അനുസരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമുക്ക് എവിടെയൊക്കെയോ അപാകത പറ്റിയതുകൊണ്ടാണ് വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ടൈം എന്ന് പറയുന്നത് ഒരു സ്വപ്നം കാണുന്ന പോലെയല്ല, ഒരിടം മുന്നോട്ട് വെക്കുന്നത് ആണ് ഭാവിയിലേക്കുള്ളത് എന്ന് നമുക്ക് തോന്നാം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിയേറ്റിവിറ്റി സ്കില്ലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ക്രിയേറ്റിവിറ്റി എന്നത്. നമ്മുടെയൊക്കെ ജീവിത വിജയത്തിന് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ലൈഫ് സ്കില്ലാണ് ക്രിയേറ്റിവിറ്റി. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് അതിന്റെ ഒരു മനോഹാരിത മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കൂട്ടി ഒരുങ്ങി തയ്യാറെടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് അതിന് പിന്നിൽ നല്ല വിജയം ഉണ്ടാകും. അതിനൊരു സ്ട്രക്ചർ ഉണ്ടാകും. അടുക്കും ചുറ്റോടുകൂടി ക്രമീകരിക്കുമ്പോൾ അതിന്റെ ഫലം വലുതായിരിക്കും. ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്നാണ് നമ്മളിത് ഈ ഒരു ആശയം നോക്കിക്കണ്ടത്. ഗ്രൂപ്പ് മെമ്പേഴ്സും പിന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതിൽ പങ്കെടുത്ത് എല്ലാവരും തന്നെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്ക് പ്രശ്നവും പരിഹാരവുമാണ്. അതില് ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി ബോധപൂർവം നിയന്ത്രിത ചിന്തയുടെ
എന്താണ് എന്ത് റീസണിങ് സ്കില്ല്? നമ്മൾ കണ്ടതാണ് അല്ലേ, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അതില് ഇപ്പോ നമുക്ക് അതിന് വേണ്ട പരിഹാരം കണ്ടെത്തണം എന്നുള്ള ഒരു വല്ലാത്തൊരു ഓട്ടവും അതിന്റെ ഒരു തളർച്ചയും നമ്മൾ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോഴ് സാഹചര്യത്തിന്റെ യാഥാർത്ഥ്യത്തെ പരാമർശിച്ചുകൊണ്ട് എപ്പോഴും അപ്പം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ സംഭവിക്കും. നമുക്കൊരു ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ പലരോടും സംശയിച്ച് ചോദിക്കാറില്ല, കൊച്ചുകുട്ടികളൊന്നും ആരും ചോദിക്കാറില്ല. പക്ഷേ നമ്മൾ മുതിരുമ്പോൾ നമ്മൾ പല ആൾക്കാരോടും പല സജഷൻസുമായിട്ട് വെച്ചുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ പഠിക്കുകയാണ്. അപ്പം അങ്ങനെ നാനാ മേഖലകളിൽ ഈ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഗെയിമിംഗ് കണക്കെന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് ലോക്കോമോട്ടർ സ്കില്ലിനെ പറ്റിയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലോക്കോമോട്ടർ സ്കിൽ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇല്ല. കുട്ടികളെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ അവരെങ്ങനെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് അവരെങ്ങനെയാണ് അവരുടെ ശരീരം ചലിപ്പിക്കുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കില്ലാണ് ഇത്. ശരിക്കും ഞാൻ ഇന്ന് ഈ ഗെയിമിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് കണ്ടത്. കാരണം കുട്ടികൾ ഓടുന്നു, ചാടുന്നു, കുതിക്കുന്നു, ജമ്പ് ചെയ്യുന്നു, അങ്ങനെ പല ഇതാണ് ഇന്ന് ഞാൻ കണ്ടത്. അപ്പോൾ ശരിക്കും ഈ ഒരു സ്കില്ല് ഇന്നിവിടെ എല്ലാ കുട്ടികളും ശരിക്കും പ്രയോജനപ്പെടുത്തി എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ കണ്ടുകൊണ്ട് ഇരുന്ന കാര്യമാണിത്. അപ്പോൾ അത് നമ്മൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് എങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോൾ ഔപചാരികമായി റിലേ പോലുള്ള മത്സരങ്ങളുണ്ടല്ലോ, ആ മത്സരങ്ങളിൽ എന്ത് വേണം? ഇതിനൊരു കൃത്യമായ വേഗതയിൽ ചെയ്താൽ മാത്രമേ അത് വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. റിലേ ഓരോരുത്തരും അതേ മനസ്സോടെ ചെയ്താൽ മാത്രമേ ആ രീതിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതെന്താ കുട്ടികൾക്ക് ആവശ്യമായ ഒരു സ്കില്ലാണ്. ഇന്ന് ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും ഈ സ്കില്ല് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് നല്ലത്. ഞാനിവിടെ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓർഗനൈസിംഗ് സ്കില്ല്. അത് ഭാവിയിൽ അധ്യാപകരായ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു വളരെ അത്യാവശ്യമായി വേണ്ട ഒരു സ്കില്ലാണ് ഓർഗനൈസിംഗ് സ്കില്ല്. അത് നമ്മുടെ സ്കൂളുകളിലൊക്കെ പോയാൽ ഒരു പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെ വളരെ അത്യാവശ്യം. എന്താണ് ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് defining and grouping activities and establishing other relationship dynamics. എന്ന് വെച്ചാൽ ഒരു വലിയ ഇവൻറ്റ്സ് നടക്കുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് ഒക്കെ എംഒപിസിസ് എന്നൊരു ഓരോ വ്യക്തി ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്കില്ല് ടീം വർക്കാണ്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്കില്ലാണ്. ചെറുപ്പത്തിലെ മുതൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സ്കില്ലാണ് ടീം വർക്ക്. അപ്പം നമ്മളിതുപോലെ ടീമായിട്ട് നമ്മൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഈ വർക്ക് ഗ്രൂപ്പുകളുടെ കാര്യക്ഷമത എല്ലാവരും വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയിലാണ് നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഇന്നൊരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്തത്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു ലീഡർ ഉണ്ടെങ്കിലും ഇൻഡിവിജ്വലായിട്ടുള്ള എല്ലാവരുടെയും സപ്പോർട്ട് അതിനകത്ത് ഉണ്ടാകണം. ഈ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു ലീഡറുണ്ട്. ആ ലീഡർ വേണം ഇതെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഓരോരുത്തരുടെ കഴിവുകളും ഉണ്ടെങ്കിലും ആ ടീം വർക്കിലൂടെ വേണം ഇത് വിജയത്തിലെത്താൻ. പരസ്പരം ഒരു യൂണിറ്റി ഉണ്ടാകണം, ഐക്യം ഉണ്ടാകണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എൻ്റെ ഒരു സമയം എല്ലാ കാര്യങ്ങളും സംസാരിച്ചെങ്കിൽ മാത്രമേ ഇത് വിജയത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു ടീം വർക്ക് ആകുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, എല്ലാവരും അറിയണം എന്തുവാണ് ഉള്ളത്. പിന്നെ പറയാനുണ്ടെന്ന് വെച്ചാൽ ഇതിൽ പങ്കാളിത്തം, എല്ലാവരുടെയും പങ്കാളിത്തം, എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. എങ്കിൽ മാത്രമേ ഒരു ടീം വർക്ക് വിജയിക്കുകയുള്ളൂ. ഞാൻ
നിങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നത് ഇന്നോവേറ്റീവ് സ്കില്ലിനെ കുറിച്ച്. നമ്മൾ ഇന്നോവേറ്റീവ് സ്കില്ലിനെ കുറിച്ച് കാണുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ പുതിയ കാര്യങ്ങൾ വിഷയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു ചെയ്യുന്നത് ഇത് സഹായിക്കുന്ന സ്കില്ലാണ് ഇന്നോവേറ്റീവ് സ്കിൽ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സ്കില്ല് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു നോളജ് കണ്ട് തീരുമാനിച്ച് തന്നെ ഒരു ഇന്നോവേറ്റീവ് സ്കില്ലാണ്. ആ സ്കില്ല് നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ ഇന്നോവേറ്റീവ് സ്കില്ലിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഒരു 4 സ്കിൽ പ്രധാനമായി പറയുന്നുണ്ട്. അതിൽ ആദ്യം കോഗ്നിറ്റീവ് സ്കിൽ, ഒരു ഇൻഡിവിജ്വലിന്റെ ക്രിയേറ്റീവ് ആയിട്ടും ക്രിട്ടിക്കൽ ആയിട്ടും ചിന്തിക്കാൻ സഹായിക്കുന്ന സ്കിൽ. രണ്ടാമത് ബിഹേവിയറൽ സ്കിൽ, ഒരു ഇൻഡിവിജ്വലിന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ റിസ്ക് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന സ്കിൽ. 3 ഫൗണ്ടേഷണൽ ഫങ്ഷണൽ സ്കിൽ, ഒരു ഇൻഡിവിജ്വലിന്റെ റൈറ്റിംഗ് റീഡിംഗ് ന്യൂമറസി എന്നിവയെ വളർത്താൻ സഹായിക്കുന്ന സ്കിൽ. 4 ടെക്നിക്കൽ സ്കിൽ, റിസർച്ച് ടെക്നിക്സ്, പ്രൊജക്ട് മാനേജ്മെന്റ് ഓഫ് IT മെറ്റീരിയൽ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഇന്നോവേറ്റീവ് സ്കില്ലിനോടൊപ്പം തന്നെ നമുക്ക് ഈ നോളജ് കണ്ടിൽ എല്ലാവർക്കും എല്ലാ സ്കില്ലും വളർത്തിയെടുക്കാനും കണ്ടെത്താനും സഹായിച്ചു. ഇപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി ഈ നോളജ് കണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്റർടൈൻമെന്റ് പ്ലസ് എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പൊ നമ്മൾ ഈ നോളജ് കണ്ടെന്ന് നടത്തുമ്പോൾ ആദ്യമായിട്ട് നമ്മളെ സഹായിച്ചത് റീഡർഷിപ്പ് സ്കില്ലാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇത് എങ്ങനെ നടത്തണം, ഇതിന്റെ ക്ലൂസ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരാൾ അതിനുള്ള വഴി പറഞ്ഞു തരുമ്പോൾ അവിടെ ഒരു ലീഡറാണ് തരുന്നത്. നമുക്ക് സഹായിക്കണം നമ്മൾ ഇതിന് മുന്നോട്ട് എങ്ങനെ ചെയ്യണം. അപ്പൊ അത് ലീഡർഷിപ്പ് സ്കില്ലാണ്. അടുത്തതായി ഓർഗനൈസേഷൻ സ്കില്ല് വരുന്നത് നമ്മൾ ഈ പ്രോഗ്രാം എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, അത് എങ്ങനെ അതിനുള്ള കറക്റ്റ് ഗൈഡ് ലൈൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലീഡർഷിപ്പ് ഓർഗനൈസേഷൻ ടൈം മാനേജ്മെന്റ്, നമ്മൾ ഈ പ്രോഗ്രാം എത്ര സമയത്തിനുള്ളിൽ നടത്തി തീർക്കണം. ഇങ്ങനെ ഒരു സ്കില്ലിനോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി സ്കില്ല് അതിന്റെ സബ്ഡിവിഷൻസ് ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സ്കില്ല് മാത്രമല്ലാതെ നമുക്ക് ഒരു സ്കില്ലിനോടൊപ്പം ഓരോ സ്കില്ലും വർദ്ധിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യരെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പം നമുക്ക് വേണ്ട ഏറ്റവും വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ സ്കിൽ. അപ്പം ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയാസിനെ അല്ലെങ്കിൽ സ്ട്രാറ്റജീസിനെ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വെർബലി അല്ലെങ്കിൽ നോൺ വെർബലി. അപ്പം ഇത് അത്യാവശ്യമായിട്ട് വരുന്നത് നമ്മുടെ സോഷ്യൽ ബീയിങ് എന്ന രീതിയിൽ മറ്റുള്ളവരുമായിട്ടുള്ള പേഴ്സണൽ കോൺടാക്ട് നിലനിർത്താനും അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് റൂം സിറ്റുവേഷനിലോട്ട് വരാണെങ്കിൽ ടീച്ചറും കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാവരും ഇന്റർപേഴ്സണൽ സ്കിൽ അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പല സ്കിൽസും പറഞ്ഞു. അപ്പം ടീം വർക്ക് ആണെങ്കിലും ടൈം മാനേജ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽ ആണെങ്കിലും ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ സ്കില്ലാണ്. അപ്പം പിന്നെ നമ്മുടെ ക്ലാസ് റൂം സിറ്റുവേഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഹെറ്ററോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു ടീച്ചർ ആകുവാണെങ്കിൽ ഞാൻ ആദ്യം കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നതും ഇന്റർപേഴ്സണൽ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതായിരിക്കാം. അപ്പൊ നമ്മള് ടീച്ചിങ് ഇൻഡക്ഷൻ പോയ സമയത്ത് അവിടെ നമ്മൾ ഇന്നത്തെ ടാസ്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? വെറൈറ്റി ആയിരുന്നില്ലേ? ഓക്കെ, ഇതില് പ്രധാനമായിട്ടും വർക്ക് ചെയ്ത ഒരു സ്കിൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ഗ്രൂപ്പ് ഇരിക്കുമ്പോ എന്താ ആദ്യം ചിന്തിച്ചത്? തിങ്കിങ് പ്രോസസ്. എങ്ങനെയുള്ള തിങ്കിങ് ആണ്? വെറുതെ തിങ്ക് ചെയ്യാണ് ചെയ്തത്? ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, ലോജിക്കൽ തിങ്കിങ്. ഈ ക്ലൂ നിങ്ങൾക്ക് ആദ്യമേ തന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു അല്ലേ? ഹൗ ടു പ്രൊസീഡ്, ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യും? ആ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ലോജിക്ക് കൊണ്ടുവന്നത്. ഈ ഞങ്ങളൊരു ക്ലൂ തന്നപ്പോഴത്തേക്കും അതെവിടെ വർക്ക് ചെയ്യും, ഏത് സൊല്യൂഷൻ ആണ് ഇതിന് ആപ്റ്റ് ആവുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ ക്ലൂന് കണക്ട് ചെയ്തിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇനി നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കാതിരുന്നത് നിങ്ങൾ ലോജിക്കലി കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ ലോജിക്കലി
വിവേകാനന്ദനെ അന്വേഷിച്ച് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഫിലോസഫി ടീച്ചറിന്റെ ക്യാബിനിലേക്ക് പോയിന്ന് വരാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വിവേകാനന്ദനോട് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ബുക്കിനകത്ത് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞങ്ങൾ അവിടെ ഫോക്കസ് ചെയ്തത്. അപ്പം ഒരു കാര്യത്തിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. നിങ്ങൾ പോയി കിട്ടിയില്ല എന്നുള്ളതല്ല, ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ട് എല്ലാവരും വലിയ വിജയികൾ തന്നെയാണ്. നിങ്ങളിവിടെ ഞങ്ങൾ തന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സ്കില്ലും പരസ്പരം കണക്റ്റഡ് ആണ്. ഇവിടെ ഒരാൾ വന്ന് പ്രോബ്ലം സോൾവിംഗ് പറയുമ്പോൾ അടുത്ത് നമ്മൾ പറയുന്ന ചിലപ്പോൾ റീസണിങ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ പറയുന്ന ഈ എഴുതി വച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും എല്ലാ സ്കിൽസും പരസ്പരം കണക്റ്റഡ് ആണ്. അതാണ് നമ്മൾ ഈ കപ്പാസിറ്റി ബിൽഡിംഗിൽ ഈ എല്ലാ സ്കില്ലും ഉൾപ്പെടുത്തി പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ വിസൻ എന്താണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു? നോളജ്. ജർമ്മൻ വേർഡ് ആണ് വിസൻ എന്നുള്ളത്. അപ്പൊ ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നോളജ് ഹണ്ടായിരുന്നു. ഈ ഹണ്ടില് എല്ലാവരും വിജയികളാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഈ കരിക്കുലം ബേസ്ഡ് ആയിട്ട് കുറച്ചു പേരൊക്കെ നോക്കിയിട്ടൊക്കെ വന്നു. നമുക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാമായിരുന്നു. അതിൽ നമ്മൾ ജോൺ ഡൂയെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ജോൺ ഡൂയി പറഞ്ഞത്? പ്രാഗ്മാറ്റിക്സ് എന്താണ് ഉദ്ദേശിച്ചത്? അതെ, ലേണിംഗ് ബൈ ഡൂയിങ്. ഇന്നത്തെ ഈ ഒരു 21st സെഞ്ച്വറിയിൽ കുട്ടികളെ നമ്മൾ വെറുതെ ക്ലാസ്സിൽ മാത്രം എടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവരുടെ കൂടി ഇൻവോൾവ്മെന്റ് ഉൾപ്പെടുത്തി ഒരു ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത ഈ ഒരു ആക്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളത്? നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ഭയങ്കര ബോറടിച്ചിരിക്കുമായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് ഓട്ടിച്ചു എന്നല്ല, നിങ്ങൾക്ക്